ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി മതമൈത്രിയുടെ ഉന്നത പ്രതീകം കൂടിയാണ് ശബരിമല എന്ന കാനനക്ഷേത്രം. ഭക്തനും ദൈവവും ഒന്നാകുന്ന ഇവിടെ ജാതിമത വർഗീയ ചിന്തകൾക്ക് അതീതമായാണ് തീർത്ഥാടനം നടക്കുന്നത്. അയ്യപ്പനും വാവരും എന്ന ചൊല്ലോളം തന്നെ പ്രാധാന്യമുണ്ട് ശബരിമലയുടെ മതമൈത്രി പാരമ്പര്യത്തിനും. ഓരോ തലമുറ കഴിയുമ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ അത് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഈ നടയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ശബരിമലയിലെത്തി അയ്യപ്പനെ കണ്ടു തൊഴുത ശേഷം ഓരോ ഭക്തനും അടുത്തതായി എത്തുന്നത് വാവരസ്വാമിയെ കണ്ട് വണങ്ങാനാണ്. അത്രമേൽ ബന്ധമാണ് അയ്യപ്പനും വാവർക്കും ഭക്തർ നൽകുന്നത്. വാവരസ്വാമിയും അയ്യപ്പയും കാലങ്ങളായിട്ട് ലോകത്തിന് വലിയ നിതാന്തമായിട്ട് രണ്ട് ഏകോദര ശക്തിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ജാതിയോ മതമോ മറ്റുള്ള ഭാഗമൊന്നുമില്ല. ഏകോദര സഹോദരന്മാരെ കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ജീവിക്കുന്നു. ശബരിമല തീർത്ഥാടനം പൂർണ്ണതയിലെത്തണമെങ്കിൽ അയ്യപ്പനെയും വാവരെയും കണ്ടിരിക്കണമെന്നാണ് ഐതിഹ്യം. സോപാനത്തിന് താഴെ വലതുവശത്തായാണ് വാവർ നട. വാവരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് തീർത്ഥാടകരെ സ്വീകരിക്കുകയും പ്രസാദം നൽകുകയും ചെയ്യുന്നത്. ഇതിനുവേണ്ടി 3 പേരാണ് സന്നിധാനത്തെത്തിയിരിക്കുന്നത്. നിരവധി തീർത്ഥാടകരാണ് ദിവസവും അനുഗ്രഹം വാങ്ങാനായി മാത്രം ഇവിടേക്ക് വരുന്നത്. ജാതിമത ചിന്തകൾക്കും മതഭ്രാന്തിനും വലിയ പ്രാധാന്യം കൈവരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മതേതര ചിന്തകൾ ഉണർത്തുന്ന സ്ഥലങ്ങൾ കാലഘട്ടത്തിൻ്റെ ആവശ്യകത കൂടിയാണ്. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.